ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റാഗി മാൾട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടത്. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റാഗി മാൾട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടി കട്ടിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു പാത്രത്തിലൊരല്പം റാഗിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു റാഗിപ്പൊടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കുറുക്കിയെടുക്കാനുണ്ട് കേട്ടോ. റാഗിപ്പൊടി ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ തന്നെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു റാഗിപ്പൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റാഗിപ്പൊടിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ഇപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയപ്പോൾ ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഞാനൊരു 6 എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്ലെൻഡറിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ള ഈത്തപ്പഴം ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി കുറുക്കി എടുത്തതുണ്ടല്ലോ, അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈത്തപ്പഴത്തിന് പകരമായിട്ട് പഴം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. റോബസ്റ്റ പഴം അതല്ലെങ്കിൽ മൈസൂർ പഴം ചേർത്ത് കൊടുത്താലും മതി. നേന്ത്രപ്പഴം ചേർക്കൊക്കെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ ചേർക്കാനായിട്ട്. തൊലിയൊക്കെ അങ്ങനെ കറുപ്പാവാറായിട്ടുള്ള പഴം ഉണ്ടല്ലോ, അങ്ങനത്തെ പഴം ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിയുടെ ആ ഒരു മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് പാലൊഴിച്ചിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം തന്നെ തിളപ്പിച്ചെടുത്തിട്ട് നല്ലോണം ചൂടാറിയിട്ടുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.